ഇടവക്കൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. തിരൂർ കുറ്റിപ്പുറത്തിനിടയിൽ ഒരു താമരക്കായൽ ഉണ്ട്, അത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു. ഈ ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതിലുള്ള ഉത്തരം കൂടിയാണത്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ പണി തീരാത്ത വീടിന് ഒരു സൈഡിലാണ് ആ കായലുള്ളത്. ഈ മാമാങ്കം നടന്നിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ കായൽ നിർമ്മിക്കുകയും ഇവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടെ നെല്ല് കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്തിരുന്നത്. മാമാങ്ക കാലഘട്ടത്തിന് ശേഷം ഇവിടെ നെൽകൃഷിയായിരുന്നു. ആ ടൈമിൽ ഇവിടെ മഹാവിഷ്ണു അവതരിക്കുകയും അന്നത്തെ ആൾക്കാരോട് ഇവിടെ താമരപ്പൂക്കൾ കൃഷി ചെയ്യാൻ പറയുകയും ഇവിടെ കൃഷി ചെയ്തുണ്ടാവുന്ന താമരപ്പൂക്കൾ കൊണ്ട് തന്നെ നവമുകുന്ദ ക്ഷേത്രത്തിൽ പൂജയ്ക്കെടുക്കാൻ പറയുകയും ചെയ്തു. അന്നു മുതൽ ഇത്രയും കാലം വരെ ഈ കായലിൽ നിന്നാണ് നവമുകുന്ദ ക്ഷേത്രത്തിലേക്ക് ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള താമരപ്പൂക്കൾ ഇവിടെ നിന്നാണ് കൊണ്ടിട്ടുള്ളത്. അന്നു മുതൽ ഇത്രയും കാലം ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് പൂക്കൾ കൊടുക്കുന്നത് നിർത്തിയിട്ടില്ല. അതിനുശേഷം ഇവിടുന്ന് തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തുള്ള ഗുരുവായൂർ, തൃപ്പയാറ്, കൊടുങ്ങല്ലൂര്, ചോറ്റാനിക്കര, വൈക്കം, ഏറ്റുമാനൂര് എന്നിങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളിലേക്കും ഇവിടുന്ന് ഈ കായലിൽ നിന്ന് താമരപ്പൂക്കൾ കൊണ്ടുപോകാറുണ്ട്. വേനൽക്കാലത്ത് ഇവിടെ വെള്ളം വറ്റുന്ന ടൈമിൽ കുറച്ച് അകലായം കണ്ട് ഒരു മൂന്നാല് കണ്ട് അകലായം കണ്ട് വെള്ളം വറ്റും. കുറച്ചൊക്കെ നടന്നു പോകാനുള്ള അകലായം കണ്ട് ആ ടൈമിൽ ഞങ്ങളിവിടെ കായലിൽ ഫുട്ബോൾ കളിയും ഷട്ടിൽ കളിക്കലും ഒക്കെ ഉണ്ട്. ആ ടൈമിലാവും താമര കൃഷി ആ ടൈമിൽ ഉണ്ടാവില്ല. ഞങ്ങൾ എന്ന് വൈകുന്നേരം ആയിരുന്നു കായലിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങള് ചില ദിവസം അവിടെ ഫുട്ബോളും ഷട്ടിലൊക്കെ കളിക്കും. അത് ഞങ്ങൾ മാത്രമല്ല, പല ഭാഗത്തു നിന്നും വന്നവർക്ക് കളിക്കലുണ്ട്. ഷട്ടിൽ ബാറ്റ്, ഫുട്ബോള്, ക്രിക്കറ്റ് ഇതൊക്കെ അവിടെ കളിക്കലുണ്ട്. അത് വെള്ളമില്ലാത്ത ഭാഗത്ത് മാത്രം. അത് കളിക്കാത്ത ഭാഗങ്ങളിൽ ഞങ്ങൾ നോക്കിയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിക്കാസോ, കൈക്കോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിക്കും. ഇല്ലെങ്കിൽ ഇരുമ്പിന്റെ വലിയ വലിയ കമ്പികള്, കട്ടപ്പാര അതൊക്കെ എടുത്താണ്ട് പോകും. വൈകുന്നേരം ഒരു 4 മണിക്ക് ഇറങ്ങിയാൽ 6 മണിയാകുമ്പോൾ വരെ ഞങ്ങൾ ആ പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ പോയിട്ട് വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ താമര ഉണ്ടായിരുന്ന ഭാഗത്ത് ഞങ്ങൾ എന്നിട്ട് കുളിച്ചു നോക്കും. താമരയിലെ തൂമ്പുള്ള ഭാഗം നോക്കിയാണ്ട് അവിടെ ഞങ്ങൾ നല്ല വീതിയിൽ ആഴത്തിൽ ഞങ്ങൾ കൊത്തിയെടുത്തിട്ട് താമര തണ്ട് നിറഞ്ഞാണ്ട് ഒരു സാധനം ഉണ്ടാവും, വെളുത്ത് കണ്ടുള്ളത്. അത് എത്രത്തോളം ആഴത്തിലാണുള്ള വെച്ചാൽ അത്രയും ആഴം ഞങ്ങൾ അത് കൊത്തിയെടുക്കും. അത് എത്രത്തോളം വലുപ്പമുണ്ട് വെച്ചാൽ അത്രയും വലുപ്പത്തിൽ ഈ നല്ല നീളത്തിൽ ഞങ്ങൾ കൊത്തിയെടുക്കും. ചിലത് ചെറുതാകും, ചെറു വലുപ്പമാകും, ചെറുത് നല്ല വലുപ്പം ഉണ്ടാവും. അതിനനുസരിച്ച് ഞങ്ങൾ കൊത്തിയെടുത്ത് അത് ഞങ്ങൾ എന്നിട്ട് പൊട്ടിച്ചെടുക്കും. അങ്ങനെ കൊത്തിയെടുത്തത് മുഴുവനും പെറുക്കെടുത്ത് ചാക്കിലാക്കിയാണ്ട് ഞങ്ങളൊരു 6 ആവും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. ആ സാധനങ്ങൾ ഞങ്ങൾ നേരെ വീട്ടിൽ എത്തിച്ചിട്ട് അതിമത്തെ ചളികൾ മുഴുവൻ കളയും. എന്നിട്ട് അത് നന്നായി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞാണ്ട് കടക്കിലും ഉണക്കമുളകും ചേർത്ത് വറവിട്ട് കണ്ട് അത് ഉപ്പേരി വെക്കും. അധികം കെട്ടിയിട്ടാണ് അത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കും. കുറച്ചുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ മാത്രമാക്കിയാണ്ട് ഉപ്പേരി മതിയാക്കിയാണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കാണുന്ന പുല്ലിന്റെ അപ്പുറത്താണ് റെയിൽവേ ഉള്ളത്. അതിൽക്കൂടി ഇപ്പോൾ വണ്ടി വരാനായി. കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയാണ് ഇപ്പോൾ വരാനുള്ളത്. അതിപ്പോൾ എത്തും. ഇതാ വരുന്ന വണ്ടി. ഇതിപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയാണ്. ഷൊർണൂർ, തൃശ്ശൂർ ഭാഗത്തേക്കാണ് വന്ന് പോകുന്നത്. വരുന്ന വണ്ടി ലോക്കലല്ല, എക്സ്പ്രസ് ആണ്. അതാണ് ഇവിടെ നിൽക്കാത്തത്. ഈ സ്റ്റേഷനിൽ ലോക്കലിന് മാത്രമുള്ള സ്റ്റോപ്പുള്ളൂ. എന്നാലും 1-2 എക്സ്പ്രസ് ഇവിടെ നിൽക്കലുണ്ട്. അതിലൊന്നാണ് കണ്ണൂർ മുതൽ ആലപ്പുഴ വരെ പോകുന്ന വണ്ടി. പിന്നെ കണ്ണൂർ മുതൽ കോയമ്പത്തൂർ പോകുന്ന ട്രെയിൻ ഇവിടെ നിൽക്കലുണ്ട്. ഇനിയിപ്പോൾ തന്നെ ഷൊർണൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വണ്ടി ഇപ്പൊ തന്നെ വരുന്നുണ്ട്. അതും ലോക്കലല്ല. ഈ വരുന്ന വണ്ടിയാണ് ഞാൻ പറഞ്ഞ ഷൊർണൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണിത്. ഈ വരുന്ന ട്രെയിനിന് സ്റ്റോപ്പുള്ള ട്രെയിനാണ്. അതാണ് അത് പതുക്കെ ഈ സ്റ്റേഷനിൽ തന്നെ സ്റ്റോപ്പുണ്ട്.
ഈ കായലിന്റെ നടുഭാഗത്ത് ഒന്ന് രണ്ട് ഭാഗത്തായതുകൊണ്ട് വലിയ വലിയ കുഴികളുണ്ട്. കായലിൽ വെള്ളം വറ്റി കളിക്കാൻ ആ കായലിൽ ഞങ്ങൾ എല്ലാ കൊല്ലം ഏതെങ്കിലും ഒരു ദിവസം കുഴി വാർക്കൽ എന്നുള്ളൊരു പരിപാടി ഉണ്ടാവും. അതിനായിട്ട് നടുവിലായതുകൊണ്ട് പല ഭാഗത്തായതുകൊണ്ട് വലിയ വലിയ കുഴികൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അതിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള കുഴി ഏറ്റവും വലിയ ഒരു കുഴിയാണ്. ആ കുഴിയിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഞങ്ങൾ മോട്ടർ ഇട്ട് വറ്റിച്ചെടുക്കും. വറ്റിച്ചെടുത്ത് കുറെ കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി നോക്കും. കാൽമുട്ടിന്റെ അത്രയ്ക്കും അത് എത്രത്തോളം വെള്ളം ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇറങ്ങും, എന്നിട്ട് മോട്ടോർ ഓഫ് ആക്കും. ആ നേരത്തെ ഞങ്ങൾ ഇന്ന് രണ്ടാൾക്കാർ വീട്ടിൽ പോയാണ്ട് വലിയൊരു ചെമ്പ് എടുക്കും. ഒരു ചെമ്പ് വെച്ചാൽ ഒരു ഞങ്ങളിവിടെ ഒരു മൂന്നാല് വീടുണ്ട്. ആ വീട്ടുകാർ മുഴുവനും തിരുവോണ ഒരു വീട്ടില്, ഉത്രാട ഒരു വീട്ടില്, അങ്ങനെ ഒരു ഒന്നാണ്. അപ്പൊ അതിനായിട്ട് എടുക്കുന്ന ഒരു ചെമ്പുണ്ട്. നല്ല വലിപ്പമുള്ള ചെമ്പാണ്. ആ ചെമ്പ് എടുത്താണ്ട് ഞങ്ങൾ കായലിലേക്ക് പോകും. ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ നിന്ന് ചെമ്പത്ത് കായലിലേക്ക് എത്തുമ്പോഴേക്കും അഞ്ചെട്ട് പേര് ആ കുടിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അച്ചക്കണ്ടത്തിലുള്ള വെള്ളത്തിൽ നിന്ന് ഈ ചെമ്പിക്ക് അര ചെമ്പ് വെള്ളം ഞങ്ങൾ നിറയ്ക്കും. എന്നിട്ട് ഇവര് പിടിച്ച് തരുന്ന ഓരോന്നിട്ട് പിടിച്ച് മേൽക്കിടുന്ന മീനുകൾ മുഴുവനും ആ ചെമ്പിലേക്ക് ഇടും. ഞങ്ങൾ ഇതിൽ പല ഐറ്റം മീനുകളുണ്ടാവും, പല വെയിറ്റും ഉണ്ടാവും. അതായത് ഞങ്ങൾ ചൂണ്ടലിട്ട് പിടിക്കുമ്പോൾ കിട്ടുന്ന സൈസ് മീനുകളൊന്നും ഉണ്ടാവില്ല. അതിനായിട്ട് നല്ല വലിപ്പമുള്ള അതിന്റെ മൂന്നര ഇരട്ടി വലിപ്പമുള്ള മീനുകളൊക്കെ ആവും. ഉണ്ടാവില്ല കണ്ണൻ, പൊരിക്ക്, മുഞ്ച് ഇങ്ങനെയുള്ള പല ഐറ്റം മീനുകളുണ്ടാവും. സത്യ മീനുകളൊന്നും അവർ പിടിച്ചിട്ടില്ല. ചെറുതായാലും വലുതായാലും നല്ല ജീവനുള്ള മീനുകൾ തന്നെ ആവും. കണ്ണനും പൊരിക്കും എല്ലാം വിടും. എല്ലാം നല്ല ജീവനുള്ള മീനുകളാവും. ഒരു പിടിച്ചിട്ടില്ല. അത് കരയ്ക്ക് ഇങ്ങനെ പിടിച്ചിടും, വെള്ളമില്ലാത്ത ഭാഗത്തേക്ക്. കരയ്ക്ക് പിടിച്ചിട്ട മീനുകൾ ഞാൻ തിരിച്ച് വെള്ളത്തേക്ക് ഇറങ്ങാൻ നോക്കുക. അതെന്നിട്ട് ഞങ്ങൾ അതിൽ നല്ല തന്നെ പോയി കണ്ട് പിടിച്ചുകൊണ്ട് ആ ചെമ്പിൽ കൊണ്ടിടും. ഒരു വെള്ളത്തിന് പിടിച്ചിരുന്ന മീനുകൾ ഒരേ മീനുകളാവില്ല, പല മീനുകളാവും. അത് മുഴുവനും പിടിച്ചുകൊണ്ട് ഞങ്ങൾ എന്നിട്ട് ആ ചെമ്പിൽ കൊണ്ടിടും. ഞങ്ങൾ എല്ലാ വർഷവും വെള്ളം വെക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഈ പരിപാടി ഞങ്ങൾ ചെയ്യലുണ്ട്. ഈ മീൻ പിടുത്തം അവസാനം ഇറങ്ങിയ മീൻ പിടുത്തത്തിൽ ഞങ്ങൾക്ക് ഇന്നത്തെ പ്രാവശ്യം തന്നെ നല്ല വീട്ടിലെ മീനുകളും കിട്ടി. ആ ചെമ്പ് നിറച്ച മീനുകളും കിട്ടി. അതിനോടൊപ്പം തന്നെയാണ് ഒരു 10-25 കിലോ ഭാരം തോന്നിയ ഓരോരുത്തർ മീനും കിട്ടി. ഞങ്ങൾ എല്ലാ കൊല്ലം ഉച്ചയ്ക്ക് 3 മണിക്ക് ചെമ്പെത്താൻ ഇറങ്ങിയാൽ രാത്രി 8 മണിയാകുമ്പോഴേ കയറുള്ളൂ. അതുവരെ ഞങ്ങൾ മീൻ പിടിച്ച് വീട്ടിലേക്ക് പോകും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം തിരൂരിന് കുറ്റിപ്പുറത്തിനിടയിലുള്ള തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ്. ഈ വരുന്ന വണ്ടി ഷൊർണൂർ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയാണ്. ഇത് കണ്ണൂർ വരെ പോകുന്ന എക്സ്പ്രസ് ആണ്. ഈ വണ്ടി വരുന്ന ഭാഗത്തേക്ക് കുറച്ചുകൂടി രണ്ട് മുന്നോട്ട് നടന്നു പോയാൽ നമ്മൾ നേരത്തെ കാണിച്ച കായലും കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന റെയിൽമേലാണ്. ഈ ഭാഗത്ത് കൂടി വണ്ടി എപ്പോഴും വരില്ല. ഇത് ആദ്യം തിരൂര് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഗോഡൌണ്. നമ്മൾ അരി, സിമെന്റ് അതിന്റെ വണ്ടി വരുന്ന ഗോഡൌൺ ആദ്യം തിരൂര് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അത് പറഞ്ഞ് മാറ്റിയപ്പോൾ ഈ സ്റ്റേഷനിലായി. തിരുനാവായ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ വരില്ലേ. ഇങ്ങോട്ട് മാറ്റിയപ്പോൾ 1-2 വർഷമായി. ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന കായലിൽ റെയിൽവേന്റെ ഭാഗത്ത് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ആ കായല്. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന കായൽ ഇതാണ്. ഈ കായലിന്റെ മറ്റൊരു ഭാഗമുണ്ട്. അത് റെയിലിന്റെ അപ്പുറമാണ്. അതും ഞാൻ കാണിച്ചു തരാം.
ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് തിരുനാവായ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം. അതിന്റെ ബോർഡാണ് ആ കാണുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. തിരുവനന്തപുരം കുറ്റിപ്പുറത്തിന് ഇടയിൽ വരുന്ന സ്റ്റേഷൻ ഇതാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ 3 ട്രെയിനിൽ ഒരു ട്രെയിൻ ഇപ്പോൾ വരും. അത് ഇതുവരെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ നടക്കുന്നത് പ്ലാറ്റ്ഫോമിലാണ്. ഇതിന്റെ ലാസ്റ്റ് ഭാഗത്താണ് സ്റ്റേഷൻ ഉള്ളത്. അതുവരെ ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്യാനും ഇരിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ട്. ഇത് സ്റ്റേഷനിൽ എത്താനായി. ഇവിടുന്നാണ് ഷീറ്റ് ഇട്ടിട്ടുള്ളത്. ഇത് മുഴുവൻ ഷീറ്റില്ല. ഈ സ്റ്റേഷനിൽ എല്ലാ വണ്ടികളും നടത്തില്ല. ലോക്കൽ ട്രെയിൻ മാത്രം നടത്തലുള്ളൂ. അതുകൊണ്ട് യാത്രക്കാർ കുറവാകും. ഒരു വൈകുന്നേരം ടൈമിലാകുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടാവും. ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു 7 തമ്പ്രാക്കൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വേണമെന്നാണ്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുകയും അതിനനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ വരികയും ചെയ്തു. അന്ന് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നില്ല, എടക്കുളം റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു പേര്. ആ കാലത്ത് മഹാത്മാഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ചിതാഭസ്മം പുഴയിൽ ഒഴുക്കാൻ ഇതുവരെ ട്രെയിനിൽ വന്നിട്ടാണ് തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും ചിതാഭസ്മം ഒഴുക്കിയത്. അതിനുശേഷം ഇവിടെ മാമാങ്കം നടന്നിരുന്ന ഒരു സ്ഥലമാണെന്ന് കണ്ടെത്തുകയും അതിന്റെ സ്മാരകങ്ങൾ കണ്ടെത്തുകയും തിരുനാവായ നവമുകുന്ദ ക്ഷേത്രം പ്രസിദ്ധമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് എടക്കുളം റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയത്. നമ്മളിപ്പോൾ കാണുന്ന ഭാഗമാണ് ഗോഡൌണ്. അരിയും സിമെന്റൊക്കെ വരുന്ന ഗോഡൌൺ ആണ് ഇത്. ഗോഡൌണിലേക്കുള്ള വണ്ടി എന്ന് വരില്ല, ചില ദിവസങ്ങൾ മാത്രമേ വരുള്ളൂ. വണ്ടി വരാത്ത ദിവസങ്ങളിൽ ഏത് വേനൽക്കാലം അല്ല ഏത് മഴക്കാലമായാലും ഇവിടുത്തെ പിള്ളേർ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ചെക്കന്മാർ വന്നുകൊണ്ട് ഫുട്ബോൾ കളി കളിക്കും. അത് ഏത് മഴക്കാലത്തായാലും ഒരു വന്ന് കളിക്കലുണ്ട്. കളി കാണാൻ നല്ല സാധ്യത. വീഡിയോ ആണ്.
ഇതാണ് നമ്മുടെ തിരുനാഗ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടേജ് ആണിത്. ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ ഞാൻ സ്റ്റേഷന്റെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. നാർത്ത് കാഞ്ചെന്ന ബോർഡിന്റെ അവിടെ നിന്ന് ഈ ബോർഡ് കാണുന്ന വരെ ഉള്ളൂ ഇതിന്റെ ഭാഗം. ഇനി നമുക്ക് തിരിച്ചു പോവാം. ആദ്യം നിന്നിരുന്ന ഭാഗത്തേക്ക് തന്നെ പോവാം. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇത് കായലിന്റെ രണ്ട് സൈഡ് ഭാഗം കിട്ടും. അത് രണ്ട് ഞാൻ കാണിച്ചു തരാം. റെയിലിന്റെ ഇവിടെ നിന്നുള്ള ഈ ഷൂട്ടിംഗിൽ ഞങ്ങൾ രണ്ട് വണ്ടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്ത വണ്ടികളും വരാനായി തുടങ്ങി. അതും ഞാൻ കാണിച്ചു തരാം. എല്ലാ വണ്ടികളും കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ടിരുന്ന കായൽ തന്നെയാണ്. ഇത് ഞാൻ സ്റ്റേഷന്റെ അവിടെ നിന്ന് കുറെ മുന്നോട്ട് വന്ന് കായലിന്റെ നടുവിലത്തെ ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് റെയിൽവേ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് അതിന്റെ കായലിന്റെ നീളം. കായലിന്റെ നീളമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വണ്ടി ഇപ്പോൾ വരുന്നത് കോഴിക്കോട് കണ്ണൂർ എക്സ്പ്രസ് ആണ് വരുന്നത്. ഈ വണ്ടി ഒന്ന് പോയി കഴിഞ്ഞാൽ ഇനിയും വണ്ടികൾ വരും. അതിൽ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്കുള്ള വണ്ടികളിൽ ഒരു വണ്ടി മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന താമരക്കാലത്തെ മറ്റൊരു ഭാഗം. ഇവിടെ നിറച്ചും താമര കൃഷികൾ തന്നെയാണ്. ഇവിടെ ഇന്നത്തെ ഈ ഭാഗത്ത് തൊട്ടടുത്ത ഒരു ശിവക്ഷേത്രം കൂടി ഉണ്ട്.
ആ വരുന്നത് ഒരു ഗുഡ്സ് ട്രെയിനാണ്. നല്ല നീളമുണ്ടെന്നാ തോന്നുന്നത്. അതിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. ഇത് ഇപ്പൊ വണ്ടിന്റെ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് കാണാൻ തന്നെ നല്ല രസമല്ലേ. ഇതിലിപ്പോ എത്ര ഉണ്ട്, ബോഗിങ് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ചിലത് ഇതിൽ 50 മേലെ വരലുണ്ട്, ചിലത് 60 മേലെ വരലുണ്ട്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ, ഷെയർ ചെയ്യണം. പിന്നെ കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമന്റും ചെയ്യണേ. റെയിലിന്റെ ഭാഗത്ത് നിന്നെടുത്ത കായലാണിത്. ഈ കായൽ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത്.
മാണ്ട് പോവാനുണ്ട്.